Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം എന്നും ഡിസ്കസ് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്, അതായത് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഡ് ദി ഫോളോയിങ്. ഇവിടെ ഒരു 3 എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിനെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്യാൻ വരുന്ന സമയത്ത് എക്സ്പ്രഷൻസിനെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എഴുതാം, താഴെ ആയിട്ട് എഴുതി കൊടുക്കുക. നമ്മൾ നോർമലി അങ്ങനെയാണല്ലോ ആഡ് ചെയ്യാറ്. ഇപ്പൊ 4+2 നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാമെങ്കിലും നമ്മൾ അതിന് താഴെ ഇപ്പൊ 3 ഡിജിറ്റ് നമ്പർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിന്റെ താഴെ അടുത്തതായിട്ട് എഴുതിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ അതുപോലെ വേണം നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻസും സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ ഇത് സോൾവ് ചെയ്യുന്നത് നോക്കിയാലോ. സോ ഇതിലെ എക്സ്പ്രഷൻസിലെ ഫസ്റ്റ് വൺ ഇസ് എ ബി മൈനസ് ബി സി ആണ്. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതി കൊടുക്കാം, എ ബി മൈനസ് ബി സി. ഓക്കെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ് ആണ് അല്ലെ. എപ്പോഴും നമുക്ക് ലൈക്ക് ടേംസിന്റെ ഇതിലേ നമുക്ക് അഡിഷൻ ചെയ്യാനും സബ്സ്ട്രാക്ഷൻ ചെയ്യാനും പോസിബിൾ ആയിട്ടുള്ളൂ. ഒരു ലൈക്ക് ടേം ഒരു അൺലൈക്ക് ടേം ഡയറക്റ്റ് അഡിഷൻ സബ്സ്ട്രാക്ഷൻ ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, ആ ഒരു കാര്യം ഓർത്താൽ മതി. അപ്പൊ എ ബി മൈനസ് ബി സി ചെയ്തു. ഇവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതെല്ലാത്തിനെയും കൂടെ 3 എണ്ണം കൂടെ ആഡ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് പ്ലസ് കൊടുക്കാം. ഓക്കെ, പിന്നെ അതിനുശേഷം അടുത്തതില് ബി സി മൈനസ് സി എ ആ വരുന്നത്. അതായത് ബി സി ഇവിടെ ഓൾറെഡി ഒരു ബി സി ഉണ്ട്, അപ്പൊ അവിടെ തന്നെ നമുക്ക് ബി സി കൊടുക്കാം അടുത്തതില്. ഓക്കെ, പക്ഷെ സി എ എന്ന് പറയുന്ന ടേം ഫസ്റ്റത്തതിൽ ഇല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ പോയിട്ട് സി എ എന്ന് കൊടുത്തു. ഓക്കെ, സി എ അവിടെ പ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റിൽ വീണ്ടും സി എ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്മുടെ സി എ കൊടുത്തു. പിന്നെ അടുത്ത ലാസ്റ്റ് വരുന്ന ആൽജിബ്രിക് എക്സ്പ്രഷനിൽ സി എ ഉണ്ട്, അപ്പൊ അത് ഇവിടെയാണ് വരുന്നത്. പ്ലസ് ആണ് കേട്ടോ, പ്ലസ് സി എ ആണ്. പിന്നെ മൈനസ് എ ബി ആണ്. എ ബി ഓൾറെഡി ഇതാ ഇവിടെ ഉണ്ട്, പക്ഷെ മൈനസ് എ ബി എന്ന് പറയുമ്പോൾ ആ സൈൻ കൊടുക്കണം, മൈനസ് എ ബി. അപ്പൊ ഇങ്ങനെയാ വരുന്നത്. ഈ 3 എണ്ണം കൂടെ നമുക്ക് എന്തെടുക്കണം, ആഡ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ലൈക്ക് ടേംസ് നോക്കി തൊട്ട് താഴെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇല്ലാത്ത പ്ലേസസിൽ നമുക്ക് എന്ത് കൊടുക്കാം, സീറോസ് കൊടുക്കാം. കാരണം ഇവിടെ 0 ആണ് വരുന്നത്, ഇവിടെ 0 വരുന്നുണ്ട്, ദെൻ ഇവിടെ 0 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, 0 വരുന്നത് അതിനെ എടുക്കണ്ട, ഇപ്പൊ നമുക്കൊരു ഓർഡറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ സി എയുടെ കേസ് ചെയ്യുന്ന സമയത്ത് മൈനസ് സി എ പ്ലസ് സി എ ആണ്. മൈനസ് സി എ പ്ലസ് സി എ എന്ന് പറഞ്ഞാൽ അതെന്തായി, എങ്ങനെയാ വരുന്നേ, മൈനസ് സി എ പ്ലസ് സി എ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. സൈൻസ് ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ആൻസർ 0 ആണ്. അപ്പൊ ഈ ഭാഗം 0 ആയിട്ട് പോയി. ഓക്കെ, പിന്നെ വരുന്നത് മൈനസ് ബി സി പ്ലസ് ബി സി, അങ്ങനെയാണ് വരുന്നത് അല്ലെ. മൈനസ് ബി സിയും പ്ലസ് ബി സിയും. അപ്പൊ മൈനസ് ബി സി പ്ലസ് ബി സി അതും എന്തായിട്ട് പോയി, 0 ആയിട്ട് പോയി. അപ്പൊ ഈ ടേം നമുക്ക് 0 ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ടേം നോക്കിക്കേ, എ ബി പ്ലസ് മൈനസ് എ ബി. അപ്പൊ അവിടെ എന്താണ്, എ ബി പ്ലസും മൈനസും എഗെയിൻ മൈനസ് തന്നെയാണ്. അപ്പൊ എ ബി മൈനസ് എ ബി അതും എന്തായിട്ട് പോയി, 0 ആയിട്ട് പോയി. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്, ഈ 3 ആൽജിബ്രിക് എക്സ്പ്രഷൻസും കൂടെ ആഡ് ചെയ്യുമ്പം ആൻസർ 0. അപ്പൊ ആൻസർ 0 ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി 0. പക്ഷെ ആ ചെയ്യേണ്ട മെത്തേഡ് ഇസ് ദിസ്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ എക്സ്പ്രഷൻസ് തരുമ്പോൾ ലൈക്ക് ടേംസ് ഒക്കെ താഴെ ഇങ്ങനെ ഒരുമിച്ച് എഴുതി കൊടുക്കുക. ഓക്കെ, 2 എക്സ്പ്രഷനിൽ ഇപ്പൊ 3 എണ്ണം എത്ര എക്സ്പ്രഷൻസ് വന്നാലും ഏതൊക്കെയാണോ ലൈക്ക് ടേംസ് അതിങ്ങനെ ഒരുമിച്ച് എഴുതി കൊടുത്ത് സോൾവ് ചെയ്തെടുക്കാം. സോ അതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ എങ്ങനെയാ ആഡ് ചെയ്തതെന്ന്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് ദി ഫോളോയിങ്. വീണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ 2 എക്സ്പ്രഷൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് ലൈക്ക് ടേംസ് നോക്കി മുകളിലും താഴെയായിട്ട് എഴുതിയെടുക്കാം. അപ്പൊ ഫസ്റ്റ് വന്നത് 2p². ആദ്യത്തെ എക്സ്പ്രഷൻ നമുക്ക് എഴുതി കൊടുക്കാം, 2p² q² മൈനസ് 3pq ദെൻ പ്ലസ് 4. ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. ഇനി സെക്കൻഡിൽ നോക്കാം, ലൈക്ക് ടേംസ് വരുന്നുണ്ടെങ്കിൽ അതിന് താഴെയായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് എക്സ്പ്രഷനിൽ വരുന്ന ടേമിന് അതേപോലത്തെ വരുന്ന ടേംസിന് അതിന്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ 5 ആണ്, അതായത് കോൺസ്റ്റന്റ് നമ്പർ. അപ്പൊ നമുക്ക് ആ 5 ഇവിടെ എഴുതി കൊടുക്കാം, +5 ആണ്.
ഓക്കെ, പിന്നെ അടുത്തത് 7pq ഇവിടെ 3pq വന്നിട്ടുണ്ട്. അപ്പൊ 3pq -3pq 7pq ലൈക്ക് ടേംസ് ആ. അപ്പൊ അത് എവിടെ എഴുതി കൊടുക്കണം? ഇവിടെ വേണം എഴുതി കൊടുക്കാൻ 7pq. ഓക്കെ, പിന്നെ വന്നത് -3p²q² ആണ്. സോ അതും ഇവിടെയും ഉണ്ട് p²q². അപ്പൊ അതിന്റെ തൊട്ട് താഴെ ആയിരിക്കണം ഇത്. അവർ രണ്ടുപേരും ലൈക്ക് ടേംസ് ആണ്. സോ അതുകൊണ്ട് അത് ഇവിടെ എഴുതി കൊടുക്കാം. സൈൻ ഇമ്പോർട്ടന്റ് ആണ്. -3p²q². എന്നിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഓക്കെ, ഇനി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എപ്പോഴും ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ എഴുതുക, ദെൻ സെക്കൻഡ് എക്സ്പ്രഷൻസിലെ ലൈക്ക് ടേംസ് എടുത്ത് എഴുതുക. അല്ലാതെ ഒരേപോലെ ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അവിടെ അഡിഷൻ സബ്സ്ട്രാക്ഷൻ ഒന്നും പോസിബിൾ അല്ല. ഓക്കെ, നമുക്ക് തന്ന അതേ ഓർഡറിൽ നമുക്ക് സെക്കൻഡ് എക്സ്പ്രഷൻ എഴുതാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ എഴുതുന്നു, ദെൻ ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് എക്സ്പ്രഷൻസ് എഴുതുമ്പോൾ നമ്മൾ ലൈക്ക് ടേംസ് പിക്ക് ചെയ്ത് എടുത്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. 4 + 5 എന്താണ് ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. അതുകൊണ്ട് ആ 9 അവിടെ എഴുതി കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുമ്പോൾ -3pq + 7pq ആണ്. അതായത് അതെങ്ങനെയാ വരുന്നേ? -3pq + 7pq. -3pq + 7pq എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? -3 + 7 ആണ്. ആഡ് ചെയ്യുമ്പോൾ രണ്ട് സൈനും ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കണം. 7ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ്. ഗ്രേറ്റർ നമ്പർ 7 ആയതുകൊണ്ട് അതിന്റെ സൈന് പ്ലസ് വരും. അപ്പൊ 4pq ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, 4pq. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലൈക്ക് ടേംസ് എടുക്കുന്നത്. അപ്പൊ രണ്ടിലും pq ആയതുകൊണ്ട് നമുക്ക് കോമൺലി ആൻസറിലും ആ pq അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരുന്നു? 4pq. സോ 4pq എന്തിലാണ്? പ്ലസ് ആണ്. അഡിഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. മീൻസ് അഡിഷൻ അല്ല, ആഡ്, പ്ലസ് സിമ്പലിലാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 2p² - 3p²q² എന്നല്ലേ. അപ്പൊ അത് രണ്ടും p²q² രണ്ടിലും സെയിം ആണ്. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ 2p²q² then -3p²q² ആണ്. പ്ലസും മൈനസും എഗെയിൻ മൈനസ് തന്നെയാണ് ആവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി 2 - 3 എന്ന് പറഞ്ഞാൽ എന്താ? 2 - 3 is -1 ആണ്. സ്മോളർ നമ്പർ മൈനസ് ഗ്രേറ്റർ നമ്പർ ഇസ് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ 2 - 3 is -1. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് 1 എഴുതണമെന്നില്ല, ഇനി എഴുതിയാലും കുഴപ്പമില്ല. -1 p²q². So this is the final answer. ഇതാണ് ഈ രണ്ട് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആഡ് ചെയ്താൽ കിട്ടുന്ന ഫൈനൽ എക്സ്പ്രഷൻ is -1 p²q² plus 4pq plus 9. That is the answer. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ചെയ്തത് ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്? ആദ്യം ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് എക്സ്പ്രഷൻസിനെ എഴുതി വെക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നെക്സ്റ്റ് എക്സ്പ്രഷൻ എഴുതണം. പക്ഷെ ആ തന്ന അതേപോലെ എടുത്ത് എഴുതാൻ പാടില്ല. ലൈക്ക് ടേംസ് നോക്കിയിട്ടായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ നോ പ്രോബ്ലം. ബട്ട് സൈൻ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സൈൻസ് ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ് വരുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ നെഗറ്റീവ്സിനെ കറക്റ്റ് ആയിട്ട് ആ നെഗറ്റീവ് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഫൈനലി ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കി ശ്രദ്ധയോടെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്തതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സബ്സ്ട്രാക്ഷൻ ആണ് കേട്ടോ. നമ്മൾ 2 ക്വസ്റ്റ്യൻ ഇപ്പൊ അഡീഷനിൽ ചെയ്തില്ലേ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? സബ്സ്ട്രാക്ഷൻ ചെയ്യാം. സോ അപ്പൊ സബ്സ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് സബ്സ്ട്രാക്ട് 4a - 7ab + 3b + 12 ഫ്രം 12a - 9ab + 5b - 3. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വരുമ്പോൾ ഫ്രം എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് വണ്ണിന്ന് ഫസ്റ്റ് വൺ സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദി മീനിങ് ഓഫ് ഫ്രം. ഓക്കെ, അപ്പൊ സെക്കൻഡ് എക്സ്പ്രഷന് ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം ആ സെക്കൻഡ് എക്സ്പ്രഷൻ ആണ് എല്ലാവരും എഴുതേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് 12a - 9ab plus 5b then -3. ഓക്കെ, അത് എഴുതി. ഇനി നെക്സ്റ്റ് ഇവിടെ മൈനസ് ആണ്. മൈനസ് സബ്സ്ട്രാക്ഷൻ ആണ് പറഞ്ഞത്, അതുകൊണ്ട് മൈനസ് കൊടുത്തു. ഇനി നെക്സ്റ്റ് ലൈക്ക് ടേംസ് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അല്ലാതെ അതേപോലെ ഇങ്ങനെ എടുത്ത് എഴുതരുത്. അപ്പൊ 4a ആണ്, ഇവിടെ 12a വരുന്നുണ്ട്. രണ്ടുപേരും ലൈക്ക് ടേംസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി കൊടുത്തു. ദെൻ നെക്സ്റ്റ് -7ab ആണ്. അത് കറക്റ്റ് ഓർഡറില്ല. ഇവിടെയും 9ab ആണ്. അപ്പം -7ab അതിന്റെ തൊട്ട് താഴെ എഴുതി. പിന്നെ അടുത്തത് ഇവിടെ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് 3b ആണ്. അപ്പൊ അത് തൊട്ട് താഴെ അതിന്റെ ലൈക്ക് ടേമിന്റെ കൂടെ എഴുതി. ദെൻ +12. ദെൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഇസ് സബ്സ്ട്രാക്ഷൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ.
സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ -3 -12 ആണ്. -3 മൈനസ് +12 വീണ്ടും -12 ആയിട്ട് മാറി. അപ്പൊ രണ്ട് നമ്പേഴ്സിൽ മൈനസ് ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കണം. അപ്പൊ 12 + 3 is 15 ആണ്. -15 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ. 5b 3b മൈനസ് ആണ്. 5b - 3b 2b. 5 എന്ന് 3 മൈനസ് ചെയ്ത് എന്താ? 2 ആണ്. അപ്പൊ +2b. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് -9ab - 7ab. ab എന്തായാലും ഉണ്ടാവും അല്ലെ, അപ്പൊ അതുകൊണ്ട് വെറുതെ അതെടുത്ത് കൺഫ്യൂഷൻ ആവണ്ട, അതിനെ ഇങ്ങ് എടുത്ത് എഴുതി വെക്കാം ആദ്യം. ഓക്കെ, ഇനി -9 - -7 ആ മൈനസ് അവിടെ സബ്സ്ട്രാക്ഷന്റെ സിമ്പിൾ ആണ് കേട്ടോ. പിന്നെ 7 മൈനസ് ഉണ്ട്, 9 മൈനസ് ഉണ്ട്. അപ്പൊ രണ്ട് മൈനസ് ഇങ്ങനെ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഒരു മൈനസും പ്ലസും ആണ് അടുത്ത് വരുന്നതെങ്കിൽ അത് മൈനസ് ആയിരിക്കും. അപ്പൊ ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇനി ഇത് ചെയ്യാലോ. -9 + 7 അഡിഷൻ, രണ്ട് സൈൻ ഡിഫറെന്റ്. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ വേണം കൊടുക്കാൻ. അപ്പൊ 9 7 മൈനസ് ചെയ്താൽ 2 ആണ്. ദെൻ 2ന്റെ കൂടെ ഗ്രേറ്റർ നമ്പർ 9ന്റെ സൈന് മൈനസ്. ഓക്കെ, അപ്പൊ -2 വന്നു. അത് ഇവിടെ അങ്ങ് എഴുതി കൊടുക്കാം. -2. AB ഓൾറെഡി ഉണ്ടല്ലോ ലൈക്ക് ടേംസ് ആയതുകൊണ്ട്. പിന്നെ അടുത്തതിൽ A എന്തായാലും ഉണ്ടാവും അല്ലെ, ലൈക്ക് ടേംസ് ആയതുകൊണ്ട്. പിന്നെ 12 - 4 ആണ്. 12 - 4 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ, 8 കിട്ടും. So 8. So this is our final answer. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഈ രണ്ട് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ is 8a - 2ab + 2b - 15. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വീണ്ടും നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ. സബ്സ്ട്രാക്ട് ദി ഫോളോയിങ്. കുറച്ച് അധികം ടേംസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ആഡ് എഴുതി വെക്കുക, പിന്നെ ലൈക്ക് ടേംസ് നോക്കി അതിന്റെ തൊട്ട് താഴെ എഴുതുക, ദെൻ സോൾവ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെയും സബ്സ്ട്രാക്ട് 4p² - 3pq + 5pq² - 8p + 7q - 10 ഫ്രം. ഓക്കെ, അപ്പൊ എപ്പോഴും സബ്ട്രാക്ടിന്റെ കേസിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഫ്രം എന്ന് പറയുമ്പോൾ ആ ആളെ വേണം ആദ്യം എഴുതാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവേ. അപ്പൊ ആദ്യം ആ ആൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ടേമിന് അങ്ങ് എഴുതി വെക്കാം. ദാറ്റ് ഈസ് 18 - 3p - 11q + 5pq - 2pq², then +5p²q. ഓക്കെ, ഇങ്ങനെയല്ലേ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ആൾ എഴുതാം. പക്ഷെ അടുത്ത ആൾ എടുത്ത് എഴുതുമ്പോൾ അതേപടി അങ്ങ് എടുത്ത് എഴുതരുത്, ലൈക്ക് ടേംസ് നോക്കിയിട്ട് എഴുതാം. അപ്പൊ 4p²q ആ. ഇവിടെ എവിടെയാ p²q? ദാ ഇവിടെയാണ് p²q വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് അവിടെ പ്ലസ് തന്നെയാണ് സൈൻ, അതുകൊണ്ട് ഇവിടെ 4p²q എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് -3pq ആണ്. pqന്റെ ടേംസ് വരുന്നത് pq, ദാ ഇവിടെയാണ് pq വരുന്നത്. അപ്പൊ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് -3pq എന്ന് എഴുതാം. ഓക്കെ, അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ എഴുതി. ഇനി അടുത്തത് വരുന്നത് 5pq² ആ. pq² ദാ ഇവിടെയാ വരുന്നത്. അപ്പൊ അതിന് തൊട്ട് താഴെ +5pq² എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് -8p. -8p എന്ന് പറയുമ്പോൾ അവിടെ 3p വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ -8p. ദെൻ നെക്സ്റ്റ് +7q. q-ന്റെ ടേം +7q ആ, അതായത് ഇവിടെ +7q. ഓക്കെ, ദെൻ നെക്സ്റ്റ് -10. ഇവിടെ 18 വരുന്നുണ്ട്, പക്ഷെ അത് -10 ആണ്. അപ്പൊ അതിനനുസരിച്ച് കൊടുക്കാം. സോ ഇതാ ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇവിടെ നമ്മളോട് മൈനസ് ആണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് ഇമ്പോർട്ടന്റ് ആട്ടോ, കാരണം അവിടെ മൈനസും ഒക്കെ വരുമ്പോൾ അത് മാറും. ദെൻ ഇവിടെ ചെയ്യാം. 5p²q - 4p²q. 5 - 4 എന്താണ്? 1 ആണ്. 1p²q എന്തായാലും രണ്ടിലും ഒരുപോലെ വന്നാൽ അതങ്ങ് ആൻസറിലോട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് -2. ഇവിടെ നമുക്ക് എഴുതി കൊടുക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്ത് എഴുതാം? pq² ഇവിടെ എഴുതി വെക്കാം. എന്നിട്ട് കോഎഫിഷ്യൻസ് മാത്രം നോക്കിയാൽ മതി. -2 + 5 ആണ്. അതായത് -2 - +5. അപ്പൊ മൈനസും പ്ലസും ഒരുമിച്ച് വന്നാൽ അത് മൈനസ് ആയിട്ട് മാറും. അപ്പൊ -2 - 5 എന്ന് പറയുന്നത് എന്താണ്? -2 - 5, ദാറ്റ് ഈസ് -7. അപ്പൊ -7 ആണ് ഇവിടെ വരാം.
രണ്ട് നമ്പേഴ്സിൽ മൈനസ് മൈനസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് മൈനസ് സൈൻ കൊടുക്കുക. ഓക്കെ, അപ്പം -7pq² വന്നു. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് വരുന്നത് 5pq ആൻഡ് -3pq. അപ്പൊ pq എന്തായാലും ആൻസറിൽ ഉണ്ടാവും. Then 5 - -3, 5 - -3, മൈനസും മൈനസും പ്ലസ് ആവും. അപ്പൊ 5 + 3 is 8, അത് 8 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ പ്ലസ് ആണ് സൈൻ വരുന്നത്, +8pq. Then നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് q ആണ് വാരിയബിൾ ആയിട്ട് വരുന്നത്. ക്യൂന് ആദ്യം അവിടെ എഴുതി കൊടുക്കുക. പിന്നെ -11 - +7, അപ്പൊ വീണ്ടും മൈനസും പ്ലസും മൈനസ് ആയി മാറി. അപ്പൊ -11 - 7 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? -11 - 7, രണ്ട് മൈനസ് ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ 18 വരും, 18ന്റെ കൂടെ മൈനസ് സൈൻ കൊടുക്കുക. അപ്പൊ -18q. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി പി ആണ് വാരിയബിൾ. സോ ആ പി വാരിയബിൾ ആദ്യം കൊടുത്തു. ദെൻ -3 - -8, രണ്ട് മൈനസ് ഒരുമിച്ച് വന്ന പ്ലസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ -3 - -8 എന്ന് പറയുമ്പോ അത് -3 + 8 ആയിട്ട് മാറും. ഇപ്പൊ നോക്കുമ്പോ അവിടെ എന്താണ്? അഡിഷൻ രണ്ടാളും ഡിഫറെന്റ് ആണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ അതെന്തായിട്ട് മാറി? +5 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഇവിടെ +5p ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് 18 - -10, എഗെയിൻ അവിടെ എന്ത് വന്നു? പ്ലസ് ആയിട്ട് മാറി. 18 - -10 എന്ന് പറയുമ്പോൾ ഈ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറി. 18 + 10 is 28. അപ്പൊ അത് 28 ആയിട്ട് മാറി. സോ ദിസ് ഇസ് അവർ ഫൈനൽ ആൻസർ. അപ്പൊ ഇതാണ് ഫൈനൽ ആൻസർ. മൈൻഡിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സൈഡ് വർക്കിംഗ് കോളത്തിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്ത് പഠിക്കാം. ഓരോന്നായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊന്ന് നമുക്ക് ഈസി ആയിട്ട് പിന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഓരോന്നും ലൈക്ക് ടേംസ് ആക്കി എഴുതുന്നു. ദെൻ അതിനുശേഷം ലൈക്ക് ടേംസ് ആയതുകൊണ്ട് വാരിയബിൾസ് സെയിം ആയിരിക്കും. അപ്പൊ ആദ്യം ആ വാരിയബിൾസിന് അങ്ങോട്ട് കൊടുക്കുക, പിന്നെ കോഎഫിഷ്യൻസിന് മാത്രം ഇക്വേറ്റ് ചെയ്തെടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കുറച്ച് പ്രാക്ടീസ് മാത്രം മതി. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം അല്ലെ. ആൽജിബ്രിക് എക്സ്പ്രഷൻസിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പഠിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ശരിക്കും സിമ്പിൾ ആണ്. കാരണം അവിടെ നമുക്ക് ഈ ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസ് ഒന്നും നോക്കി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. എന്താണ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഇപ്പൊ രണ്ട് നമ്പേഴ്സ് വരുന്ന സമയത്ത് ആ നമ്പേഴ്സിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷന്റെ പോലെ കൂടുതൽ നമ്മളിങ്ങനെ നോക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആൽജിബ്രിക് എക്സ്പ്രഷൻസിൽ ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ്, ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഇസ് 3x × y ആണ്. ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നമുക്ക് ഡയറക്റ്റ് പോസിബിൾ ആണ്. ഈ ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് ഒന്നും നമുക്ക് നോക്കണ്ട. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് പോസിബിൾ. ഓക്കെ, ഇപ്പൊ ഇതിപ്പോ അഡിഷൻ ആണെങ്കിൽ പോസിബിൾ ആണോ? 3x + y എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, രണ്ടുപേരും അൺലൈക്ക് ടേംസ് ആണ്, അപ്പൊ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഈ ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് എന്ന് വെച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. എന്താണോ തന്നത് അങ്ങ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പൊ നമ്പേഴ്സ് നോക്കുമ്പോൾ ഇവിടെ 3യും ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ദാറ്റ് മീൻസ് 1 ആണ്. 3 × 1 എന്താ? 3 ആണ്. 3 ആണ്. അപ്പൊ ആ 3 അങ്ങ് എഴുതി കൊടുക്കാം. പിന്നെ എക്സും വൈയും കൂടെ ഇൻറ്റു ചെയ്താൽ എന്താ വരാ? xy ആണ്. സോ ദി ആൻസർ ഇസ് 3xy. കണ്ടോ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നോക്കിക്കേ, 4x × 4x² ആണ്. ഇവിടെയും ഇത് രണ്ടും അൺലൈക്ക് ആണ്. പക്ഷെ മൾട്ടിപ്ലിക്കേഷനിൽ നോ പ്രോബ്ലം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ 5 × 4 ചെയ്താൽ 20 ആണ് അല്ലെ. ഇൻറ്റു ചെയ്യുമ്പോൾ 20 ആണ്. x × x² എന്ന് പറഞ്ഞാൽ അതെന്താണ്? x³ ആണ്. x × x² is x³. ഓക്കെ, അതായത് സെയിം എക്സിന് എഴുതി കൊടുക്കുക. ഇവിടെ 2ഉം ഇവിടെ എന്താണോ വരുന്നത് 1, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് മുകളിൽ നമ്മൾ എക്സ്പോണന്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ അപ്പൊ 20x³. ഇനി അടുത്തത് നോക്കിക്കേ, നെക്സ്റ്റ് കേസിൽ 2x × 5y × 7z. എല്ലാം എന്താണ്? അൺലൈക്ക് ആണ്. പക്ഷെ നോ പ്രോബ്ലം. ഇത് ആഡ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറ്റില്ല. ഇത് ഇവിടെ തന്നെ വെക്കാനേ പറ്റില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കുഴപ്പമില്ല, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സിനെ ചെയ്യാം. 2 × 5 ചെയ്താൽ 10 വരും. 10 × 7 ചെയ്ത് കഴിഞ്ഞാൽ 70 വരും. അപ്പൊ 70 വന്നു. എന്നിട്ട് ഈ വാരിയബിൾസ് x, y, z അവരെ 3 പേരെ ഇൻറ്റു ചെയ്താൽ x, y, z കിട്ടും.
അതങ്ങ് ഒരുമിച്ച് എഴുതി കൊടുക്കാം, അത്രയേ ഉള്ളൂ. സോ ദിസ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം സിമ്പിൾ ആണ് ആൽജിബ്രിക് എക്സ്പ്രഷന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അവിടെ ലൈക്ക് ടേം ഏതാണ് അൺലൈക്ക് ടേം ഏതാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്തൊന്നും എടുത്ത് അതിനനുസരിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയാ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനായിട്ട് നമ്മളിവിടെ ചെറിയൊരു 3 എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ദി ടേബിൾ ഫോർ ഏരിയ ഓഫ് റെക്ടാംഗിൾ വിത്ത് ദി ഗിവൺ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ദെൻ ഹൗ ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ റെക്ടാംഗിൾ. ഇങ്ങനെ നമ്മൾ ചെയ്യാറ്, ഒരു റെക്ടാംഗിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. നമ്മുടെ റെക്ടാംഗിൾസിന് 2 ഡയമെൻഷൻസ് ഉണ്ട്, ലെങ്ത്തും ബ്രെഡ്ത്തും. സോ ആ ലെങ്ത് ബ്രെഡ്ത്തും കൂടെ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ടാണ് അതൊരു പ്രോബ്ലം വൈസിൽ കൊടുത്തു, ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്ത് ഏരിയ കാണുന്ന പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് ലെങ്ത് 3x ആണ്, നമ്മുടെ റെക്ടാംഗിളിന്റെ ലെങ്ത് 3x ഉം ബ്രെഡ്ത്ത് 5x ഉം ആണ്. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ഏരിയ കാണാൻ എന്ത് ചെയ്യണം, 3x into 5x ചെയ്യുക. 3x into 5x എന്ന് പറഞ്ഞാൽ എന്താ, 3 into 5 15 ആണ്. പിന്നെ എക്സും വൈയും കൂടെ ഇൻറ്റു ചെയ്ത xy. അപ്പൊ 15xy എന്നങ്ങ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താണ്, ലെങ്ത് 9y ആണ്, ദെൻ ബ്രെഡ്ത്ത് 4y സ്ക്വയർ ആണ്. അപ്പൊ 9y into 4y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 into 4 ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ, 2y into y സ്ക്വയർ ചെയ്താൽ മതി. സോ ഇവിടെ 36 വരും അല്ലെ, 9 into 4 ഉം. ദെൻ അടുത്തത് എന്താണ്, y into y സ്ക്വയർ y ക്യൂബ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, y ക്യൂബ് ആണ്. സെയിം വരുന്ന സമയത്ത് മുകളിലാണ് മാറുന്നത്. ഓക്കെ, y ക്യൂബ്. ഇനി അടുത്തത് വരുന്നത് 4ab ലെങ്ത്തും ബ്രെഡ്ത്ത് 5bc ആണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോ എന്ത് വരും, 4 into 5 20 ആണ്. പിന്നെ രണ്ടിലും b കോമൺ വരുന്നത് കൊണ്ട് b into b is b സ്ക്വയർ ആണ്. പിന്നെ എയും സി, അപ്പൊ ആ എയും സിയും ജസ്റ്റ് അങ്ങ് എഴുതി കൊടുത്താൽ മതി, എ സി. അപ്പൊ 20 b സ്ക്വയർ എ സി. എവിടെയെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരേ വാരിയബിൾ വന്നാൽ അവിടെ സ്ക്വയർ ആണ് കേട്ടോ എടുക്കേണ്ടത്. എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു എ ഇസ് എ ക്യൂബ്. ഇനി y into y സ്ക്വയർ. ഈ 4 times y വരുവാണെങ്കിൽ അത് y raised to 4 എന്ന് എഴുതി കൊടുക്കാം. അത് മാത്രം ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ നോർമൽ ആയിട്ട് ചെയ്യാം. ഇനി അടുത്ത കേസിൽ ലെങ്ത് 2l സ്ക്വയർ m ഇൻറ്റു ബ്രെഡ്ത്ത് 3l m സ്ക്വയർ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ 2 into 3 ചെയ്താൽ 6 ആണ്. ആ 6 അവിടെ കൊടുക്കാം. പിന്നെ എൽ സ്ക്വയറും എല്ലും ഉണ്ട്, l into l സ്ക്വയർ l ക്യൂബ് ആണ്. ഓക്കെ, എൽ ക്യൂബ്. പിന്നെ m into m സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും m ക്യൂബ്. അപ്പം m ക്യൂബ് എന്ന് കൊടുത്തു. അപ്പൊ ഇതാണ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഒരു l into l raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, l raised to 5 ആണ് വരിക. ഓക്കെ, അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ടി സ്ക്വയർ ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ കോമൺ ആയിട്ടുള്ള ആ വാരിയബിള് അത് ആൻസറിലായിട്ട് എഴുതിയിട്ട് ഇതിന്റെ എക്സ്പോണൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ എക്സ്പോണന്റ് 1 അല്ലേ, അപ്പൊ 2 1 3 ആഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ടി റേസ് ടു 5 ഇൻറ്റു ടി റേസ് ടു 4 എന്ന് പറഞ്ഞാൽ അത് ടി റേസ് ടു 9 ആണ്. എക്സ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, അതായത് പവർ ഓർ എക്സ്പോണന്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ടി റേസ് ടു 9 വരും. അപ്പൊ ഈ ഒരു മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. സിമ്പിൾ ആണ്. അത് വെച്ച് നമ്മൾ ഈ ഒരു റെക്ടാംഗിളിന്റെ ഡിഫറെന്റ് കേസസ് തന്നിട്ടുണ്ടായിരുന്നു. 4 കേസസിൽ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നു. നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്തു, ഏരിയ ഫൈൻഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഏരിയ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ. Compared to addition and subtraction, the multiplication is very simple. Okay, അവിടെ നമുക്ക് ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് ഒന്നും നോക്കാനില്ല, അതുകൊണ്ട് സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മള് അഡിഷനും സബ്സ്ട്രാക്ഷനിലും വരുന്ന എക്സസൈസ് പ്രോബ്ലംസും ചെയ്തു. അതുപോലെ തന്നെ ആൽജിബ്രിക് എക്സ്പ്രഷൻസിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അഡിഷന്റെയും സബ്ട്രാക്ഷന്റെയും കേസിൽ നമ്മൾ ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. പക്ഷെ അവിടെ സ്ക്വയേഴ്സ് ഒക്കെ വരുമ്പോൾ, ഈ സ്ക്വയർ ക്യൂബ് അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, സെയിം ആയിട്ട് വരുന്ന ടേംസിന്റെ
എക്സ്പോണൻസിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എക്സ്പോണൻസ് ഇപ്പൊ L ഇൻറ്റു L സ്ക്വയർ എന്ന് പറഞ്ഞാൽ L ക്യൂബ് ആണ് ആൻസർ ആയിട്ട് വരാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ആ ഒരു കാര്യം ഓർത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാ പ്രോബ്ലംസും അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതായത് മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്